ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചീസി ചിക്കൻ സ്പഗറ്റി എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായി ഞാനിവിടെ 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് സ്പഗറ്റിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഹാഫ് പോർഷൻ മാത്രമേ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ സ്പഗറ്റി ഇട്ട് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു 15 മിനിറ്റ് കൊണ്ട് ഇത് കുക്കായി കിട്ടും. ഇപ്പോൾ ഇതിവിടെ കുക്കായി വന്നിട്ടുണ്ട്. 15 മിനിറ്റ് കറക്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇനി നമുക്കിതിന് ആവശ്യമുള്ള ഒരു മസാല തയ്യാറാക്കണം. അതിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു സവാളയുടെ പകുതി ഭാഗമാണ്. ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറിയ പീസസായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഞാനിവിടെ 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിനെ ഇതുപോലെ ചെറിയ പീസസായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ടീസ്പൂണ് ഓർഗാനോ ചേർത്ത് കൊടുക്കാം. ഈ ഓർഗാനോ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്കിതിനെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് മിക്സാക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പകുതി തക്കാളിയാണ്. അത് ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് മിക്സാക്കിയ ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ്. ഇതിൻ്റെ 2 ക്യൂബ്സുകൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് മിക്സാക്കിയ ശേഷം നമുക്കിതിനെ ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തുറന്ന് നോക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്തതും ഇനി കുറച്ച് ക്യാരറ്റും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യും. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായി നമുക്ക് ഒരു സോസ് തയ്യാറാക്കണം. അതിനായി ഞാൻ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മെൽറ്റായ ശേഷം നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതിനെ മിക്സാക്കി എടുക്കാനുള്ളത്. നല്ലപോലെ ഇത് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിനെ ഒട്ടും കട്ടയില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒരു തിക്ക് ബാറ്റർ ആകുന്ന വരെ നമുക്കിതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായി ഞാനൊരു ബൗൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പഗറ്റി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പഗറ്റി എല്ലാം ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസ് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് സോസ് ഇപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ അതിൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആകുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ സോസ് എല്ലാം ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാലയെല്ലാം ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്ന സോസും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരു പകുതി തക്കാളി ഇതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മസാല ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ബ്ലാക്ക് ഒലിവും കൂടെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓർഗാനോ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മൊസറല്ല ചീസും കൂടെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒരു 10 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിനെ 10 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓവനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചീസി ചിക്കൻ സ്പഗറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ ഇനി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്തുള്ളൊരു ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.